പെയിന്റ് അടിക്കാൻ വന്ന മരുവാനെ പെയിന്റ് അടിക്കാൻ കുട്ടിയും പെയിന്റുമായിട്ട് വന്ന അരുൺകുമാർ അന്താളിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് പറയാണ്, ഓ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ ബേപ്പൂർ, ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇത് ബേപ്പൂർകാർക്ക് അറിയാം. ബേപ്പൂർകാർക്ക് മാത്രമല്ല 140 മണ്ഡലങ്ങളിലെയും മനുഷ്യർക്കറിയാം പഴയ പോലെയല്ല. നിങ്ങൾ ഉച്ചഭാഷണിയിലൂടെ രാവിലെ മുതൽ പാതിരാത്രി വരെ നിങ്ങൾ ഇങ്ങനെ ഉദ്ഘോഷിച്ചോ വികസനം വികസനം വികസനം. ഇവിടുത്തെ സാധാരണക്കാർക്കറിയാം ഇവിടെ വികസനവും ഒരു മണ്ണാങ്കട്ടയും നടന്നിട്ടില്ല. ഇവിടെ ആകെ നടന്നത് കൈയിട്ട് വാറലും കൊള്ളയുമാണ്, കൊലയും. അതിൽ കൂടുതലൊന്നും പിണറായി ഇവിടെ നടത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ ഈ 12 ദിവസം എന്ന് പറയുന്നത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരൊറ്റ കാര്യമുള്ളൂ: നുണ പറയുക, കള്ളത്തരം പറയുക, തള്ള് തള്ള് കള്ളം, തള്ള് കള്ളം, തള്ള് കള്ളം. ഇത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കൂടെയാണ് ഈ ചെറ്റ വർത്തമാനം. ഇപ്പൊ പറയുന്നത് ആരാണ്? നേരത്തെ വർഗവഞ്ചകൻ. ഇപ്പൊ കെ പി ശശി വർഗവഞ്ചകൻ, മറ്റേ ആള് ചെറ്റ. പ്രേമേന്ദ്രൻ പരനാറി നേരത്തെ പറഞ്ഞു. അപ്പൊ പരനാറി അതായി. അങ്ങനെ വായ തുറന്നാൽ ഈ പറയുന്ന തോന്നിവാസം നെറികേടുകൾ വിളിച്ചു പറയുന്ന എന്ന് പറഞ്ഞാൽ പരാജയം ഉറപ്പായി. അമ്മയച്ചനും മരുവനും പരാജയം ഉറപ്പായി. ജി ശക്തിധരൻ പറയുന്നു, ഈ എന്താ പറയാ, നമ്മുടെ ധർമ്മടത്ത് പോലും സുരക്ഷിതമല്ല വിജയൻ. ധർമ്മടവും ഇറക്കുകയാണ് കേട്ടോ. കാരണം ധർമ്മടത്തും വിജയന് സുരക്ഷിതമല്ല. തൂങ്ങിക്കിടക്കുകയാണ്, ഡെമോക്രസിന്റെ വാൾ പോലെ തൂങ്ങിക്കിടക്കുകയാണ്. പേടിച്ചു വിറക്കുകയാണ്, മുള്ളുകയാണ് വിജയനും മരുമോനും. അമ്മയച്ചനും മരുമോനും നാടുനീളെ കൊട്ടിപ്പാടിയിരുന്നത് ഓ NH ഞങ്ങളുടെ NH. അവസാനം കള്ളി എല്ലാവർക്കും വെളിച്ചത്തായി. കാരണം NHന്റെ ഏതോ ഒരു ഭാഗം ഇടിഞ്ഞു പൊളിഞ്ഞു പോകും. അപ്പോഴാണ് അമ്മായിച്ച് തന്നെ പറഞ്ഞത്, ഇതിന്റെ ആ മുതൽ ക്ഷ വരെ ഞങ്ങളല്ല, അത് മുഴുവൻ കേന്ദ്രമാണ്. പക്ഷെ മരുവന് മനസ്സിലായി കേട്ടോ. മരുവൻ പിന്നെ മന്ദബുദ്ധി ആയതുകൊണ്ട് മരുവന് ഇതൊന്നും മനസ്സിലായില്ല. മരുവൻ ഈ കുറെ റീൽസ് ഇട്ടിട്ട് ഈ ബേപ്പൂർ ഇതേപോലെ തന്നെ, അതായത് കേരളത്തെ ഏത് രീതിയിലാണോ പിണറായി മുടിപ്പിക്കുന്നത്, ഏത് രീതിയിലാണോ തള്ളുന്നത്, ഇതേപോലെയാണ് മരുവൻ ഈ ബേപ്പൂർ എന്ന് പറയുന്ന മൂപ്പരുടെ സാമ്രാജ്യമാണ് അത്ര ബേപ്പൂര്. ഒരു വികസനവും നടക്കാത്ത കഴിഞ്ഞ മരുവന്റെ ഈ കലാപരിപാടി ബേപ്പൂരിൽ തുടങ്ങിയിട്ട് 5 വർഷമായിട്ടുള്ളൂ. ഈ 5 വർഷം ബേപ്പൂർ എന്ന് പറയുന്ന 140 മണ്ഡലങ്ങളിലും ഒരുപാട് വികസന സാധ്യതകളുള്ള ഈ 140 മണ്ഡലങ്ങളിൽ നമ്പർ 1 ആയി മാറ്റാൻ എന്തുകൊണ്ടും പര്യാപ്തമായ സാധ്യതകൾ ഉണ്ടായിരുന്ന ബേപ്പൂരിനെ മുച്ചോട് നശിപ്പിച്ച അധമനാണ് ഈ പറയുന്ന മരുവൻ. ഇവനാകെ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയാ, തലയും ഉരുട്ടി കയ്യും വീശി റീൽസ് ഇട്ട് പാലത്തിന് പെയിന്റ് അടിച്ച് തകർന്നു പോകുന്ന പാലൊക്കെ മൂപ്പര് പെയിന്റ് അടിച്ചിങ്ങാണ്ട് വൈദ്യുതാലങ്കാരം നടത്തും. ഇതാണ് മൂപ്പരുടെ ക്രൂര വിനോദം എന്ന് പറയുന്നത്. അതല്ലാതെ അടിസ്ഥാന സൗകര്യങ്ങളൊന്നുമില്ല, ഒരടിസ്ഥാന സൗകര്യം ഇല്ലെന്നായി. ഇതന്നെയാണ് അമ്മയച്ചൻ ചെയ്യുന്നത്. ഒരു വികസന പ്രവർത്തനവും പറയാനില്ലാത്ത ഏതെങ്കിലും ഒരു സർക്കാർ ഇതിനു മുമ്പ് കേരളം വെച്ചിട്ട് നിങ്ങൾ ഈ വാതക പൈപ്പ് ലൈൻ ഞങ്ങൾ നടത്തുക. ഈ വാതക പൈപ്പ് ലൈനിനെതിരെ ഏറ്റവും വലിയ സമരം ചെയ്ത ആൾക്കാരാണ് ഈ മുതലുകൾ. ഭൂമിക്കടിയിലുള്ള എന്താ പറയാ ബോംബ് അല്ലെ, ഭൂമിക്കടിയിലുള്ള ബോംബാണ് എന്ന് പി രാജീവ് മൈക്കടി പ്രസംഗിച്ചതാണ്. ഇപ്പൊ പി രാജീവാണ് ഞങ്ങളിതാ വാതക പൈപ്പ് ലൈൻ എന്ന് പറയാൻ ഛർദിച്ചത് നക്കി തിന്നുന്ന നക്കികൾ, ചെറ്റകൾ, പരനാറികൾ. അതാണ് CPM-കാർ എന്ന് ഇവരെ ഓരോ ദിവസവും ഇങ്ങനെ തെളിയിക്കുകയാണ് അല്ലേ. ബേപ്പൂരിൽ ഇതാ സ്റ്റീൽ കോംപ്ലക്സ് അടഞ്ഞു കിടക്കുന്നു, ബാബു ഫാക്ടറി അടഞ്ഞു കിടക്കുന്നു, 100 കണക്കിന് ഇവിടെ തീപ്പെട്ടി കമ്പനികൾ ഉണ്ടായിരുന്നു, എല്ലാം അടഞ്ഞു കിടക്കുന്നു. 10-12 ഓട്ട് കമ്പനികൾ ഉണ്ടായിരുന്നു, എല്ലാം അടഞ്ഞു കിടക്കുന്നു. ഞാൻ മരുവന്റെ മണ്ഡലത്തെ മാത്രം കാര്യമായിട്ട് പറഞ്ഞത്. ഇവനാണല്ലോ പറയുന്നത് ഇവൻ വലിയ വികസന നായകനാണെന്ന്. ഇതാ രാവിലെ മുതൽ വൈകുന്നേരം വരെ 5-6 ജീപ്പുകളിൽ ഈ മണ്ഡലം മുഴുവൻ ഇങ്ങനെ ഉച്ചഭാഷണികളിലൂടെ പ്രഘോഷിക്കുകയാണ്. ബേപ്പൂരിൽ മുഴുവൻ എന്തോവൻ വികസനം, ഒരു വണ്ണാക്കട്ടിയില്ല. എന്ത് വണ്ണാക്കട്ട? ഇവിടെ മുഴുവനും വ്യവസായശാലകൾ മുഴുവൻ അടച്ചു പൂട്ടി അതിന്റെ ശവപ്പറമ്പാണ് ബേപ്പൂർ എന്ന് പറയുന്നത്. ആകെ ഒരു ഓട്ട് കമ്പനി മാത്രമാണ്. എന്നിട്ട് ഞാൻ പറയുന്നു ഇവിടെ എന്തോ ഒരു വ്യവസായം. അത് വിശ്വസിക്കാൻ കുറെ ആൾക്കാർ ഇയാള് എന്തോ ഇവിടെ അപ്പോഴാണ് PV അൻവർ രംഗത്തെത്തിയത്. PV അൻവർ ഓരോ മുക്കും മൂലയും നടന്നു ചെന്ന് കാണിച്ചു കൊടുക്കുകയാണ്. ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടർ അരുൺ, അതായത് റിപ്പോർട്ടർ TV, നമുക്കറിയാലോ റിപ്പോർട്ടർ TV എന്ന് പറയുന്നത് ഒരിക്കലും കോൺഗ്രസിനെ UDF-നെ അനുകൂലിക്കുന്ന ഒരു ചാനലല്ല. പ്രത്യേകിച്ചും ഡോക്ടർ അരുൺ എന്ന് പറഞ്ഞാൽ CPM കഴിഞ്ഞേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ മുഴുവൻ, പിണറായി കഴിഞ്ഞേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ മുഴുവൻ, മരുവൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ മുഴുവൻ. മനുവനെ വെള്ളപൂശാൻ വേണ്ടിയിട്ട്, മനുവന് പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു വാർത്താപ്പ് മുഴുവൻ പെയിന്റുമായി വന്നതായിരുന്നു അരുൺകുമാർ. ഇങ്ങനെ മണ്ഡലത്തിൽ ഇറങ്ങിയ അൻവറുമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോഴാണ് അൻവർ കാണിച്ചു കൊടുത്തത്, കൈവിരൽ ചൂണ്ടി കാണിച്ചു കൊടുത്തത് ഓരോ ഇടവും ഇവിടെ നടക്കുന്ന ഇവിടെ ഈ ബേപ്പൂർ മണ്ഡലത്തിലുള്ള
അഴിമതികള്, അതല്ലാതെ ഇവിടെ ആകെ തകർന്ന് തരിപ്പണമായി കിടക്കുന്ന വ്യവസായ ആ ഒരു ഭൂപടം, അതല്ലാതെ ഇവിടെ ഈ ബേപ്പൂർ പോർട്ട്, ചാലിയം പോർട്ട് തുടങ്ങിയ ഈ മത്സ്യബന്ധന തുറമുഖങ്ങളിലൊക്കെ അല്ലെങ്കിൽ മത്സ്യബന്ധന ഇടങ്ങളിലെ ജങ്കാർ കാത്തിരിക്കുന്നവർക്ക് ഒരു ഷെഡ് പോലുമില്ല. പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാനുള്ള ഒരു സൗകര്യവുമില്ല. കുടിവെള്ളമില്ല, കയ്യും കാലും മുഖവും കഴുകാൻ പോലുള്ള വെള്ളമില്ല. ആ രീതിയിലുള്ള മലിനമായി കിടക്കുന്ന അന്തരീക്ഷമുള്ള ഈ കാര്യങ്ങൾ കിടപ്പോൾ അരുണാകെ കണ്ണു തള്ളി, ഓഹോ ഇങ്ങനെയുണ്ടല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. പെയിന്റ് അടിക്കാൻ വന്ന മരുവാന് പെയിന്റ് അടിക്കാൻ പുട്ടിയും പെയിന്റുമായിട്ട് വന്ന അരുൺകുമാർ അന്താളിച്ചു നിൽക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഓ ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ ബേപ്പൂർ. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇത് ബേപ്പൂർകാർക്ക് അറിയാം. ബേപ്പൂർകാർക്ക് മാത്രമല്ല 140 മണ്ഡലങ്ങളിലെയും മനുഷ്യർക്കറിയാം. പഴയ പോലെയല്ല. നിങ്ങൾ ഉച്ചഭാഷണിയിലൂടെ രാവിലെ മുതൽ പാതിരാത്രി വരെ നിങ്ങൾ ഇങ്ങനെ ഉദ്ഘോഷിച്ചോ വികസനം വികസനം വികസനം. ഇവിടുത്തെ സാധാരണക്കാർക്കറിയാം ഇവിടെ വികസനം ഒരു മണ്ണാങ്കട്ടയും നടന്നിട്ടില്ല. ഇവിടെ ആകെ നടന്നത് കൈയിട്ട് വാരലും കൊള്ളയുമാണ്, കൊലയും. അതിൽ കൂടുതലൊന്നും പിണറായി ഇവിടെ നടത്തിയിട്ടില്ല കേട്ടോ. അതുകൊണ്ടൊക്കെ ഈ 12 ദിവസം എന്ന് പറയുന്നത് പിണറായി സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആകെ ഒരൊറ്റ കാര്യമുള്ളൂ: നുണ പറയുക, കള്ളത്തരം പറയുക, കള്ളം. ഇത് മാത്രമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കൂടെയാണ് ഈ ചെറ്റ വർത്തമാനം. ഇപ്പൊ പറയുന്നത് ആരാണ്? നേരത്തെ വർഗവഞ്ചകൻ. ഇപ്പൊ KPCC വർഗവഞ്ചകൻ, മറ്റേ ആള് ചെറ്റ. പ്രേമേന്ദ്രൻ പരനാറി നേരത്തെ പറഞ്ഞു. അപ്പൊ പരനാറി അതായി. അങ്ങനെ വായ തുറന്നാൽ ഈ പറയുന്ന തോന്നിവാസം നെറികേടുകൾ വിളിച്ചു പറയുന്ന എന്ന് പറഞ്ഞാൽ പരാജയം ഉറപ്പായി. അമ്മയച്ചനും മരുവനും പരാജയം ഉറപ്പായി. ജി ശക്തിധരൻ പറയുന്നു, ഈ എന്താ പറയാ, നമ്മുടെ ധർമ്മടത്ത് പോലും സുരക്ഷിതമല്ല വിജയൻ. ധർമ്മടവും ഇറക്കുകയാണ് കേട്ടോ. കാരണം ധർമ്മടത്തും വിജയന് സുരക്ഷിതമല്ല. തൂങ്ങിക്കിടക്കുകയാണ്. ഡെമോക്രസിന്റെ വാൾ പോലെ തൂങ്ങിക്കിടക്കുകയാണ്. പേടിച്ചു വിറക്കുകയാണ് വിജയൻ. മുള്ളുകയാണ് വിജയനും മരുമാനും.